മാളൂട്ടി നളിനി ഇതുവരെ വന്നില്ലേ? ഇതേ തീയാണേ അറിയാലോ. ആ ഇല്ലില്ല, അതോ വരുന്നു. സോറി അല്പം താമസിച്ചു പോയി. ഞാനോട് ഹെൽപ്പ് ചെയ്യണോ നളിനി? വേണ്ട ശാരദയുടെ കയ്യിലെല്ലാം ആകും. ഞാനെങ്കിൽ പിന്നെ ഇതിനകത്ത് കിടന്ന് കുളിച്ചിട്ടാ വന്നേ. ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ അല്ലേ ശാരദേ? തീ കിട്ടുന്നുണ്ടല്ലോ. ആ അവിടെ മതി നളിനി. തീ ഇനി കുറച്ചുകൂടെ കൂട്ടിയിടണം തോന്നുന്നു. തീ ആണെങ്കിൽ അണയാറായിരുന്നു. ഇത് എവിടെ നിന്ന് കൊണ്ടുവന്ന് വിറകാം? നന്നായിട്ട് കത്തിയല്ലോ, അതാ പെട്ടെന്ന് കത്തി തീർന്നത്. ഇത് തൊട്ടപ്പുറത്തുള്ള ആ കാട്ടിൽ നിങ്ങൾ പറക്കിയതാ. ഭയങ്കര വനം അങ്ങോട്ട്. നമ്മളിപ്പോൾ അവിടെ കാടിൻ്റെ സൈഡിലാണ് വന്നിരിക്കുന്നത്. വീടിൻ്റെ സൈഡിലങ്ങനെ മതിയായിരുന്നു. ഈ പിള്ളേരെ പറഞ്ഞത് ഇവിടെ അങ്ങനെ തീ കൂട്ടാന്ന്. അതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ കാട്ടിൽ നിന്ന് വിറകെല്ലാം കൊണ്ട് ഇവിടെ ഞാൻ കൂട്ടിയിട്ടാ. അതുകൊണ്ട് ഇവിടെ തീ കൂട്ടാന്ന് പറഞ്ഞത്. കുഴപ്പമില്ല. ഇനിയിപ്പോൾ വിറകിനിപ്പോൾ എങ്ങനെ ഇനി തീരാറായാലും ഇത് വിറകാണെങ്കിൽ അടുക്കളയൊന്നും ഇരിപ്പില്ല. ഞങ്ങൾ ഈ ഗ്യാസാണെന്നാണ് ഇനി കത്തുന്നത്, അറിയാമല്ലോ. അപ്പം പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഗ്രില്ല് ചെയ്യാനോ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിനൊക്കെ പിന്നെ കാട്ടിൽ പോയി അങ്ങ് നേരിട്ട് അന്നേരം അങ്ങ് പറക്കി എടുക്കത്തുള്ളൂ. അല്ല ഇവിടെ കൂട്ടിയിട്ടൊക്കെ തോന്നില്ല പറക്കി. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇതേ ആ കാട്ടിലോട്ട് നമുക്ക് ഇറങ്ങി ടോർച്ച് ഉണ്ടോ മക്കളെ? ടോർച്ച് ഇങ്ങനെ എടുത്തിട്ട് വാ. നമുക്ക് 2-3 പറക്കാം അങ്ങോട്ട് ഇറങ്ങി. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തീ കത്തണ്ടേ ഇത് വേണമെങ്കിൽ. ആ എന്നാൽ രണ്ടാളും പോയി ടോർച്ച് എടുത്തിട്ടുണ്ടോ വേഗം? ഇതിൽ മസാല എല്ലാം വരട്ടല്ലേ നളിനി? പിന്നെ കംപ്ലീറ്റ് പണിയും കഴിഞ്ഞ് മസാല എല്ലാം ഞാൻ അതിനകത്ത് എല്ലാം കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. അതന്നെ ഇത്ര ലേറ്റായത്. മുട്ടനാട്ടിനെ എവിടുന്ന് കിട്ടിയത്? അത് ചേട്ടൻ കൊണ്ടുവന്ന. ചേട്ടൻ എനിക്കിപ്പോൾ ഓട്ടോ എടുത്തല്ലോ. അതിപ്പോൾ ഓട്ടം തുടങ്ങിയ പിന്നെ ഇപ്പോൾ ഓട്ടോ എടുത്ത് ഒരാഴ്ചയായി. ആഹാ, ചേട്ടൻ ഓട്ടോ എടുത്തോ? മറ്റേ ജോലി കളഞ്ഞോ? ആ മറ്റേ ജോലി വേണ്ടെന്ന് വെച്ചു. പിന്നെ ഇപ്പോൾ ഓട്ടോ ഓടുക. അതുകൊണ്ടിപ്പോൾ പോയ വഴിക്കങ്ങാണ്ട് കിട്ടിയത് ആടിനെ. അതിനോട് വിളിച്ചു ചോദിച്ചു വേണമെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. നമ്മളിപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും കൂടെ കഴിക്കാമല്ലോ. ഇത് എല്ലാവരും എവിടെ പോവാ? പിള്ളേരൊക്കെ ഇവിടെ ഇരിക്കും. ഞങ്ങൾ പോയി എടുത്തോണ്ട് വരാം. ഞാൻ ശാരദയും കൂടെ. ഈ പിള്ളേരോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞ പിള്ളേർ ഇരിക്കത്തില്ല. ഇത് അണഞ്ഞു പോവോ? വാ നമുക്ക് പെട്ടെന്ന് പോകാം. ഏയ് അണയത്തൊന്നുമില്ല. അതിനാവശ്യമുള്ള വേറെ കിടപ്പുണ്ട്. ഇതാണ് നീ മോനെ ടോർച്ച് അങ്ങോട്ട് നേരെ പിടിക്കടാ. ആ ഇവിടെ ഒന്നും ഇല്ല. നമുക്ക് കുറച്ച് ഉള്ളിലോട്ട് പോവാം. ആടിന്റെ നല്ല മണം വരുന്നുണ്ടല്ലോ. ആരോ കാടിന്റെ സൈഡിൽ ഇട്ട് കത്തിക്കുന്നുണ്ട് ആടിനെ. കുറച്ച് മുന്നോട്ട് പോയി നോക്കട്ടെ. കുറച്ച് ആൾക്കാർ വരുന്നു. ഒളിച്ചിരിക്കുക അവിടെ. ആ മനുഷ്യരെ തന്നെ പിടിച്ചില്ല. ആട് വേണോ മനുഷ്യർ വേണോ? എനിക്ക് ആടിനെ കൊതി വരുന്നു. ആടിനകത്ത് നല്ല മസാലയൊക്കെ പുരട്ടിയ മണം വരുന്നു. ഈ മനുഷ്യരൊന്നും എനിക്ക് വേണ്ട. ഇവിടെ ഒളിച്ചിരിക്കാം മനുഷ്യർ കാണാതെ. ഏതിൻ്റെ മരത്തിൻ്റെ ബാക്കി പോയി വിളിക്കാം. ഇവിടെ ഒരു മരമുണ്ട്. ഇവിടെ നിൽക്കാം. ഇത് കൊള്ളാലോ ഈ കാട് ശാരദേ. നിറയെ ഉണങ്ങിയ മരങ്ങളാണല്ലോ. ഇവിടെ അവർക്ക് ഇഷ്ടംപോലെ കിട്ടുന്നല്ലേ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ പറക്കി വെക്കാറില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി ഇങ്ങനെ പറക്കിയാൽ മതിയല്ലോ. ഇതുങ്ങളൊക്കെ നല്ല മാംസം ഉള്ളതാണല്ലോ. പക്ഷെ മസാലയൊന്നും ഇല്ല. മസാല വരട്ടി ആടിൻ്റെ മണോ വരുന്നത്. എനിക്ക് ആ ആട് മാത്രം മതി. ഇതിനെയൊക്കെ വെറുതെ എന്തിൻ്റെ പച്ചയ്ക്ക് നിന്നിട്ട് മസാല കൂട്ടി ഇറച്ചി കഴിച്ചിട്ട് ഒരുപാട് നാളായി. എനിക്ക് ആ ആട് തന്നെ വേണം. മസാല പുരട്ടിയ ആട്. ഇതിപ്പോൾ വേഗുന്നുണ്ടല്ലോ അവിടെ കിടന്ന്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് തന്നെ എനിക്ക് വേണം. ഈ വറ്റകളെയൊക്കെ ആർക്ക് വേണം? പച്ച മാംസം. ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. ഇതുപോലെ നളിനി ഈ ഒരു വിറക് മാത്രം പോരെ? ധാരാളം. അല്ലെങ്കിൽ വെന്ത് കഴിഞ്ഞു. ഇതിനപ്പുറം കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും മതി. ഈ വിറകിൻ്റെ ആവശ്യമുള്ളൂ. അയ്യോ അതാരാ? കള്ളന്മാരുമില്ലാന്നോ? അയ്യോ ആരേത്? ഞാൻ ഈ കാട്ടിൽ താമസിക്കുന്ന കാട്ടുവാസിയാ. നിങ്ങളെന്താ ഇവിടെ? ഈ കൊച്ചു പിള്ളേരെയൊക്കെ എന്തിനീ കാട്ടിൽ കൊണ്ടുവന്ന രാത്രിയില്? അത് ഞങ്ങൾ വിറക് പറക്കാൻ വേണ്ടിട്ട് വന്നായിരുന്നു. അപ്പൊ പിള്ളേരും കൂടി പോകുന്നതാ. നിങ്ങൾക്ക് ഈ കാടിനെ കുറിച്ച് അറിയത്തില്ലേ? ഇവിടെ ടൈഗർ ഉള്ള കാടാ ഇത്. ഞങ്ങളുടെ വീട് ഇതിന് തൊട്ടടുത്ത് തന്നെ. ഞങ്ങൾ പക്ഷെ ഇതുവരെ ടൈഗർ ഒന്നും കണ്ടിട്ടില്ല. ടൈഗർ ഉണ്ടെന്നൊക്കെ പറയുന്നു കുറെ വർഷം കൊണ്ട്. ഞങ്ങൾ ഇതുവരെ ടൈഗർ ഒന്നും കണ്ടിട്ടില്ല ഭാഗ്യത്തിന്. എല്ലാ സമയം ഒരുപോലെ ഇരിക്കത്തില്ല. അതുകൊണ്ട് വേഗം പോകാൻ നോക്ക്. എന്തിനാ നിങ്ങൾ വന്നത് ഇപ്പം? ചേട്ടൻ ഞങ്ങൾ വിറക് ശേഖരിക്കാൻ വേണ്ടി വന്നത്. അതേ വിറക് കിട്ടുകയും ചെയ്തിട്ട് ഞങ്ങൾ അങ്ങ് പോവാം. എന്നാ വേഗം വിട്. തലപ്പിടാൻ നോക്ക്. പിള്ളേരെ കൊണ്ട് ഓടിപ്പോവാൻ നോക്ക്. കേട്ട സൗണ്ട്? ശാരദ ശരിയാ. ടൈഗറിന്റെ സൗണ്ട് കേട്ടത്. അതേതാണ് നീ ടൈഗറിന്റെ സൗണ്ട് തന്നെ കേട്ടത്. പിള്ളേരെ വേഗം പോ. നടക്കണ കൂട്ടുമോനെ. പുലി വന്നാൽ ഞാനും കിട്ടിയിട്ട് ഓടും. അല്ല നിങ്ങളെ രക്ഷിക്കാനും ഞാൻ നിൽക്കത്തില്ല. പെട്ടെന്ന് പോകാൻ നോക്ക്. നിങ്ങൾ പുലിയുടെ സൗണ്ട് കേട്ടതല്ലേ? പോ. വേഗം നടക്ക്. ടൈഗറിന്റെ സൗണ്ട് കേട്ടതാ. ഞാനും പെട്ടെന്ന് ഓട്ടെ. എന്റെ വീടിനകത്ത് കയറട്ടെ എന്ന്. അവറ്റകൾ എങ്ങോട്ടാ പോയത്? ആ ആടിന്റെ അടുത്തോട്ടാണോ പോയത്?
എന്നാ പിന്നെ അതുങ്ങളെല്ലാം കൂടെ ചേർന്ന് ആ ആടിനെ തിന്നു തീർക്കും. അതിനു മുമ്പ് എനിക്കത് കൈക്കലാക്കണം. പുലി ഇനി ഇങ്ങോട്ട് അങ്ങനെ വരുമോ നാളിനി? പുലിയെ നമ്മൾ കണ്ടൊന്നും ഇല്ലല്ലോ. ഇനി കാട്ടോട്ടൊന്നും പോകണ്ടേ, ഉള്ള വിറക് മതി. എനിക്ക് ആ വിറകിന് കിട്ടിയ കാര്യമായി, അല്ലെങ്കിൽ എന്താ ചെയ്തേനെ? അത് ശരിയാക്കി ഇങ്ങനെക്ക് ആ വിറക് കിട്ടിയുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വിറക് തപ്പി അവിടെ നടക്കുമ്പോൾ ആ പുലി നമ്മളെ പിടിച്ചേനെ. പെട്ടെന്ന് തന്നെ വിറക് കിട്ടിയുണ്ട് നമുക്ക് ആ വിറക് കൊണ്ട് പെട്ടെന്ന് പോരാൻ പറ്റിയത്. ഇല്ല മോനെ, കുറച്ച് നേരം കൂടെ വേണം. അല്ലെങ്കിലേ നമ്മൾ തന്നെ ഇത്ര വിറക് കൊണ്ടുവന്ന് തന്നെയോ. കുറച്ചുകൂടെ വേട്ടെ. അയ്യോ നാളിനെ പുലി വീണ്ടും വന്നു. സൗണ്ട് കേൾക്കുന്നില്ല. ശരിയാ, നല്ലപോലെ കേട്ട്. പുലിയൊക്കെ നമ്മുടെ പുറകെ ഇവിടെ വന്നു തോന്നുന്നു. അയ്യോ ആന്റി, ഒന്ന് പെട്ടെന്ന് ഈ ആട് അഴിച്ചെടുക്ക്. അല്ലെങ്കിൽ നമുക്ക് ആടിനെ കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. നമ്മളങ്ങനെ പേടിച്ചോടുമ്പോഴത്തേക്ക് പുലി പിന്നെ ഉള്ള ആടിനെ കൊണ്ട് പോവുകയും ചെയ്യും. ഞങ്ങളുടെ വീട് തൊട്ടടുത്ത് തന്നെ ഈ കാട്. ഇത്രയും വർഷമായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല പുലിയെ. ഇപ്പം ആദ്യമായിട്ടാണല്ലേ ഈ കാടിൻ്റെ വക്കിലൊക്കെ വന്നത് ഈ പുലി. അത് പറഞ്ഞിട്ട് കാര്യം എന്ത് ഇപ്പോഴ് മനസ്സിലായില്ലേ നാളെനിക്ക്. നമ്മളിപ്പോൾ അത് ആടിനുണ്ടാക്കൂലേ, അതിന് ഭയങ്കര മണമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ലേ മണം? അങ്ങനെ ആ മണം കേട്ടിട്ടാന്ന് തോന്നുന്നു ദൂരെ വന്നു തോന്നുന്നു ആ പുലിയെ. ഇത്രയും നാളും വന്നിട്ടില്ല, പിന്നെ അത് തന്നെ സംഭവം. ആടിന്റെ മണം കേട്ടോണ്ട് വരുക. അയ്യോ പെട്ടെന്ന് അഴിച്ചെടുക്ക് ആടിനെ. ഞാൻ എന്നാ പെട്ടെന്ന് അഴിക്കട്ടെ, ഭയങ്കര ചൂടാന്നല്ലോ. അയ്യോ പെട്ടെന്ന് അഴിക്കാതെ നടക്കുന്ന കാര്യമൊന്നും അല്ലേ. കമ്പിയല്ലേ കെട്ടി വെച്ചേക്കുന്നേ. ഈ ചുട്ടുപഴുത്തേക്കുന്നതിനകത്ത് എങ്ങനെ പെട്ടെന്ന് അഴിക്കാനാ? അതിനൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. വെള്ളം കോരി ഒഴിക്കാം കമ്പിക്കകത്ത്. ശരി, ഞാനിത് പെട്ടെന്ന് വെള്ളം കോരി എടുത്തിട്ടോട്ടെ. നിൽക്കി പോണേ, വെള്ളം ഒഴിക്കാൻ വരട്ടെ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആടിനകത്ത് വീഴത്തില്ലേ വെള്ളം? എന്നാലും കുഴപ്പമില്ല ചാരതേ, വെള്ളം കുറച്ച് കഴിഞ്ഞാൽ ആ കമ്പിക്കകത്ത് മാത്രം ഒഴിക്കുക, ആടിനകത്ത് പറ്റാതിരിക്കാൻ വേണ്ടി. ആന്റി, ഞാൻ പെട്ടെന്ന് വെള്ളം എടുത്തിട്ടോട്ടെ. ചെല്ലു മോളെ, ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുപോ. പുലി കിടന്ന് സൗണ്ട് കേട്ടോ. അമ്മ പെട്ടെന്ന് വാ. നമ്മുടെ പട്ടി കണ്ട് കുറയ്ക്കുന്നുണ്ട്, അപ്പൊ പട്ടി ഓടിച്ചോളും. പുലിയെ കണ്ടിട്ടുണ്ടോ പട്ടി കിടന്ന് കുറയ്ക്കുന്ന കേട്ടോ. ആന്റി, അവിടെ ബക്കറ്റൊന്നും ഇല്ലാതെ ഞാൻ പിന്നെങ്കിലേ ഈ കുപ്പിക്കകത്ത് എടുത്തോണ്ട് പോകുന്നു വെള്ളം. ഇത് പിന്നെ കുപ്പിക്കകത്ത് വെള്ളം തന്നെ ആണോ അതോ ഇനി വേറെ എന്തെങ്കിലും ആണോ? മണ്ണെണ്ണയൊന്നും അല്ല എന്തായാലും. പെട്ടെന്ന് കൊണ്ട് ഒഴിക്കും മോളെ. അമ്മ കമ്പിക്കകത്ത് ഒഴിക്കും. ഒഴിച്ച് ഇനി എടുക്കട്ടെ. അയ്യോ വാ, എല്ലാവരും വാ. പുലി വന്നു തോന്നുന്നു. ആടിനെ കൊണ്ട് പോയി. ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല, എനിക്ക് ആടിനെ വേണം. എവിടെ കൊണ്ട് വെച്ച ആടിനെ? അവരുടെ കടയിൽ ഞാൻ ആ ആടിനെ വാങ്ങിച്ചിട്ടുള്ള കാര്യം. മസാലയുള്ള ആട്. ആ പച്ചമാംസം പിടിച്ചാൽ അതുങ്ങളെ ആർക്ക് വേണം? എനിക്ക് ആ മസാലയുള്ള ആട് മാത്രം മതി. എന്താണ് കൂട്ടുപറിച്ചിരിക്കുന്നത് അമ്മാവേ? കാട്ടിൽ വരുന്നുണ്ടോ ഇനി പുലി? ആരും ഇവിടെ നിൽക്കണ്ട, പെട്ടെന്ന് വീടിനകത്തോട്ട് കയറാം. എന്താ എല്ലാരും മുറ്റത്തേക്കുന്നേ? അച്ഛൻ വേഗം വീടിനകത്ത് കയറ്, പുലി വന്നിട്ടുണ്ട്. പുലി എവിടെ? ചേട്ടാ കുറെ നേരമായി ഞങ്ങൾ ഈ പുലിയെ ചുറ്റി നടക്കുക. നമുക്ക് ഈ പെട്ടെന്ന് വീടിനകത്ത് കയറാം. വെളിയിൽ എവിടെ പുലി കയറുന്ന കേട്ട്. നിങ്ങൾക്ക് വല്ലതും തോന്നിയതായിരിക്കും. പിന്നെ ഇവിടെ അങ്ങനെ പുലിയൊക്കെ വരാന്? ഈ ചേട്ടന് പറഞ്ഞ വിശ്വാസം ഇല്ല. പുലി വരുന്ന ചേട്ടാ, വേണമെങ്കിൽ കയറി. നിങ്ങൾ അല്ലെങ്കിൽ പുലിയെല്ലാം പിടിച്ച് തിന്നും. മക്കളെ നിങ്ങൾ തന്നെ അകത്ത് കയറാൻ നോക്ക്. എന്താ ഈ ചേട്ടൻ പറഞ്ഞിട്ട് എനിക്ക് വിശ്വാസം ഇല്ല. വാ, നമുക്ക് അകത്ത് കയറാം. കേട്ടോ സൗണ്ട് കേട്ടോ? ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസമായോ? സൗണ്ട് കേട്ടടി, പക്ഷെ എന്തോ എനിക്ക് മനസ്സിലായില്ല ഇതുവരെ. നിങ്ങൾക്ക് ഇത് നേരിട്ട് പുലിയെ കണ്ടാലും മനസ്സിലാകത്തുള്ളായിരിക്കും. മനുഷ്യൻ ഇങ്ങോട്ട് വീടിനകത്ത് കയറാൻ പെട്ടെന്ന്. എന്താ ശരി, ഞാൻ പെട്ടെന്ന് കയറാല്ലേ? അയ്യോ പുലി. ഓടിക്കോ, വീടിനകത്തോട്ട് ഓടിക്കോ എല്ലാരും. അങ്ങനെ ആദ്യം രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. നിന്റെയൊക്കെ വീണ്ടും മുമ്പിൽ തന്നെ ഉണ്ട് ഞാൻ.